ഇതെന്താ സംഭവം എന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. കാലം പോയ പോക്കാണ് ഇതൊക്കെ, കണ്ടോളി. പഴയ കാലത്ത് നെൽകൃഷിയിൽ അടിക്കാൻ കുറ്റിയുമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. ഇന്നിപ്പോൾ അത് മാറി. എല്ലാത്തിലും മാറ്റം എന്ന് പറഞ്ഞതുപോലെ ഇതിലും മാറ്റം വന്നു. കണ്ടില്ലേ, ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം മരുന്ന് കൃഷിയിലേക്ക് മരുന്നടിക്കുന്നത്. അപ്പം അതിലേക്കുള്ള മരുന്ന് അതിലേക്ക് സപ്ലൈ ചെയ്യാം. കണ്ടില്ലേ, കാലത്തിന്റെ മാറ്റം തന്നെ ഇത് ചേട്ടാ. കാലത്തിനനുസരിച്ചുള്ള മാറ്റം. നമ്മുടെ കൃഷിയും ടെക്നോളജിയൊക്കെ മാറി തുടങ്ങി. പരമ്പരാഗത വിത്തുകളല്ലല്ലോ ഇപ്പോഴും. അതെ അതെ അതെ, ടെക്നോളജിയിലേക്ക് മാറി. അപ്പൊ ഇവര് മരുന്നടിക്കാൻ വന്നാണ് ഇപ്പൊ കൃഷിഭവന്റെ കീഴിൽ. അങ്ങനെയൊക്കെയാണ് അതിന്റെ പരിപാടി എന്ന് പറയണേ. ഇപ്പം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൃഷിഭവനുമായിട്ട് ചേർന്ന് 150 കൂടുതൽ ഹെക്ടർ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു 15 അല്ലെങ്കിൽ 10 ഹെക്ടറോളം വരുന്ന ഒരു പാടശേഖരമാണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചറിന്റെ ഇതിൽ കെയർ ഓഫിൽ ഫ്രീ ആണ് ഇപ്പൊ. അതെ, ഇപ്പം ഇത് കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി കർഷകർക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. നമ്മളിവിടെ ചെയ്യുന്ന ഇതിന്റെ സ്പ്രേയിങ്ങിന്റെ പേര് സമ്പൂർണ്ണയാണ്. ഫോളിയർ ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഇലകളിൽ മാത്രം കൊടുക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പം ഇത് ചെയ്യുന്നതിലോടുകൂടി നമ്മൾ യൂഷ്വലായിട്ട് ഒരു ഏക്കറിൽ 110 ലിറ്ററാണ് മാനുവൽ പമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരേക്കറിൽ 10 ലിറ്ററേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതായത് കോൺസെൻട്രേഷൻ കൂട്ടിയും ടൈം അല്ല, വെള്ളം കുറയ്ക്കുക. അതായത് കർഷകർ ഒരു ഏക്കറിൽ കൊടുക്കുന്ന ഇൻപുട്ട് കുറയ്ക്കുക എന്നുള്ളതുള്ള ഒരു ഐഡിയ ആണ് നമ്മളിവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കണല്ലോ, ഇതിൽ മരുന്ന് ഇപ്പം നമ്മൾ സാധാരണ മറ്റു മരുന്നുകളാണ് ഉപയോഗിച്ചത്. ഇപ്പം ഇതുകൊണ്ട് ഉപയോഗിച്ചിട്ട് എന്താ കർഷകർക്ക് എന്താ ഒരു മെച്ചപ്പെടുത്തി? കർഷകർക്ക് ഗുണമെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഈ ആലപ്പുഴ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നമ്മൾ കാണുന്നത്. അവിടെയുള്ള സ്ഥലങ്ങളിൽ രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി വരെ 7 അല്ലെങ്കിൽ 8 ആൾക്കാർ നിന്ന് ചെയ്യുന്നത് 14 ഏക്കറാണ്. അതൊരു മാക്സിമം സിനാരിയോ ആണ്. അങ്ങനെ ആരും ചെയ്യുന്നില്ല. പകരം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 10 മണിക്ക് നിർത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴാണോ ലൈറ്റ് പോകുന്നത് അതുവരെ നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്യുന്നൊരു പരിപാടി, ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു ദിവസം മാക്സിമം, ഇതിപ്പോൾ ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് അല്ല നമ്മൾ കാണുന്നത്, റെക്ടാങ്കുലർ പ്ലോട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 60 ഏക്കറോളം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമുക്ക് 60ഓളം ഏക്കർ സ്പ്രേ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ 15 ഏക്കർ എന്ന് പറയുമ്പോൾ 35 ഏക്കറോളം ഇന്ന് നമ്മൾ ചെയ്ത് കഴിയും. ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത്. എന്നിട്ട് നമ്മൾ 35 ഏക്കർ കഴിയുന്നു. 7 പേര് 6 മണിക്ക് മുതൽ 2 മണി വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയിൽ അവർക്ക് കിട്ടുന്നത് 14 ഏക്കർ മാത്രമാണ്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ടൈം എഫിഷ്യന്റ് ആണ്, ലേബർ കോസ്റ്റ് കുറയ്ക്കാം, പിന്നെ അഗ്രികൾച്ചറിന്റെ ഇൻപുട്ട് ഫാർമറിന് കുറയ്ക്കാം എന്നുള്ളതുകൂടി ഒരു 70 അല്ലെങ്കിൽ 60% പൈസ അവർക്ക് കുറയുന്നുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ ഒരു സ്പ്രേയിങ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. വ്യക്തികളല്ലേ, കൃഷിക്കാരെന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ലിക്വിഡ് ഫോമിൽ മെഡിസിൻ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും. ഇപ്പൊ എന്തായാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അല്ലേ? അങ്ങനെ ആവണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഡ്രോൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറി തുടങ്ങിയല്ലോ. മാറിക്കഴിഞ്ഞു. ഞങ്ങളിത് 2020 തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷത്തോളം മാത്രം കേരളത്തിൽ 1,80,000 ഹെക്ടർ ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടപ്പ് കാറ്റഗറിയിൽ 8ാം സ്ഥാനമാണ് G20 നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം അതൊരു ചെറിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല. മരുന്നിന്റെ കുറവ് അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഒരു ലിറ്ററോളം മരുന്ന് 110 ലിറ്ററിൽ നമ്മൾ 1 ഏക്കറിൽ കൊടുക്കും. ഇവിടെ 1 ഏക്കറിൽ 1 ലിറ്ററിന് പകരം നേരെ 500 ml ആയിട്ട് കുറഞ്ഞു. അതിനകത്ത് പകുതി മതി. അതെ, ആ ഡ്രോണിന്റെ 4 നോസിൽ നിന്നും 6 മീറ്റർ വിസ്തീർണത്തിൽ ഇത് വീഴും. ഇതിനകത്ത് ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു നിര പോകുന്നതോ അല്ലെങ്കിൽ ഗ്യാപ്പ് വരുന്നതോ എന്ന് പറഞ്ഞൊരു ഇതില്ല. കറക്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കണ്ടില്ലേ ജനങ്ങളെ, ഇതാണ് അവസ്ഥ. കാലത്തിന്റെ പോക്കാണ്. ഡ്രോൺ ഉപയോഗിച്ച് മരുന്നടിക്കുക ശാസ്ത്രത്തിന്റെ വിജയം തന്നെ അല്ല. അപ്പൊ എന്താ പറയാ, വേറെ എന്താ പറയുന്നത്? ശാസ്ത്രം തന്നെ. പഴയ കാലത്ത് ആൾക്കാർ കയറി കാണും മെഞ്ഞിനോട് തിങ്ങിപ്പോ ഓല ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ജോലി കുറയാന്നൊരു സംശയം കിട്ടാ. ആൾക്കാരെ തൊഴില് അത് ഇതിൽ ഉൾപ്പെടണല്ലേ? അത് ഉൾപ്പെടും.
ആക്ച്വലി ഞാൻ പറയട്ടെ, എല്ലാം കാലത്തിന് സ്പീഡാണ് ഇനി ആവശ്യം. സമയക്കുറവാണല്ലോ എല്ലാവർക്കും ആവശ്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നമ്മള് വാട്സപ്പിൽ കാണുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആണ്. അതുപോലെ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ് നമ്മളത് മാറ്റിക്കളയും. അപ്പൊ എല്ലാരും സമയത്തിന് ആസ്പദമാക്കി ജീവിച്ചു തുടങ്ങി. നമ്മൾ അതിനോട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നിലോട്ട് പോകും. അതെ. ഓക്കെ.